കണ്ണൂർ കേളകത്ത് കടുവ ഇറങ്ങി. വനംവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വീണ്ടും കടുവയെ കണ്ടത്. കടുവയെ പിടികൂടാനായി പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഈ കേളകം പ്രദേശത്ത് കുറെ നാളുകളായി വന്യജീവി ശല്യം സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ വീണ്ടും കടുവ ഇറങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ജനവാസ മേഖലയിലാണോ കടുവയെ കണ്ടതായി പറയുന്നത്? ജനവാസ മേഖലയിൽ തന്നെയാണ് കടുവ ഉള്ളത്. ഏറ്റവും ഒടുവിലായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയെ കണ്ടത് കേളകം അടക്കാത്തോട് പൊട്ടനാനിക്കൽ ചിറക്കുഴി ബാബുവിന്റെ കൃഷിയിടത്തിലാണ്, റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോൾ കടുവയെ അവസാനമായി കണ്ടിരിക്കുന്നത്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ കടുവയുള്ളത്. ഇതിന് ചുറ്റും അവിടെ വല കെട്ടി സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട്. കടുവ അവശ നിലയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത്. കടുവയുടെ ശരീരത്തിൽ കാര്യമായ പരിക്കുകളുണ്ട്. വളരെ അവശ നിലയിലാണ് കടുവയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ ഇപ്പോൾ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു തീരുമാനം തുടക്കത്തിൽ ഉണ്ടായെങ്കിലും അത് ചിലപ്പോൾ ഈ അവശ നിലയിലായതുകൊണ്ട് തന്നെ കടുവയുടെ ജീവന് ഭീഷണിയാകുന്നതിനാൽ വലയിട്ട് പിടികൂടാൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചന ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ഈ കടുവ ഈ വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെ ഉണ്ട്. ഒന്നുകിൽ മയക്കുവെടി വെച്ചോ അല്ലെങ്കിൽ വലയിട്ടോ കടുവയെ പിടികൂടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇന്നലെ ആണ് ആദ്യമായി ഈ പ്രദേശത്ത് കടുവയെ പ്രദേശവാസികൾ കണ്ടത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. പിന്നാലെ പ്രദേശത്ത് കടുവയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് വ്യാപകമായി പ്രദേശത്ത് വനംവകുപ്പ് നടത്തിയ തിരച്ചിലിലാണ് ഈ കൃഷിയിടത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴും കടുവ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. ഇത് വനമേഖലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണോ ഇത്? തീർച്ചയായും കൊട്ടിയൂർ ആറളം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം തന്നെയാണ്. ജനവാസ മേഖലയാണ്. നേരത്തെയും വന്യമൃഗങ്ങളുടെ ഉൾപ്പെടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള പ്രദേശം തന്നെയാണ്. ഈ കൊട്ടിയൂർ മേഖലയിൽ ഒരു മാസം മുൻപാണ് അവിടെ കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായി കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം ഈ പറയുന്ന കേളകം അടക്കാത്തോട് കൊട്ടിയൂർ ആറളം ഉൾപ്പെടെയുള്ള വനമേഖലയിലുണ്ട്. ഇത് ആറളം വനമേഖലയുടെയും കൊട്ടിയൂർ വനമേഖലയുടെയും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. രൂക്ഷമായിട്ടുള്ള വന്യമൃഗങ്ങളുടെ ഭീഷണി തന്നെയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. മനു, ശരി. എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.